കാരന് സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് ഒടുവിലാണ് സിദ്ദീഖിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ഇപ്പോൾ അർജുൻ മട്ടന്നൂർ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. അർജുൻ, എപ്പോഴാണ് രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് സിദ്ദീഖ് എത്തിയത്? ഒരു 1.5 മണിക്കൂർ മുൻപാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് സിദ്ദീഖ് എത്തിയത്. സിദ്ദീഖും മകനും കൂടിയാണ് രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് എത്തിയത്. അതിനുശേഷം അഭിഭാഷകനുമായി ഏറെ നേരം കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ പുറത്തിറങ്ങി അവർ മടങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടൊന്നും തന്നെ സിദ്ദീഖ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സിദ്ദീഖും മകനും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഏറെ കാലത്തിന് ശേഷമാണ് സിദ്ദീഖ് ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയതാണ്. കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന സൂചന പിന്നീട് ലഭിച്ചു. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുന്നു. അതിന് പിന്നാലെ അദ്ദേഹം 2 വീടുകളിലും എത്തിച്ചേരും എന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 2 വീടുകളിലും എത്തിച്ചേർന്നില്ല. അതിനുശേഷം ഇപ്പോൾ നേരിട്ട് അദ്ദേഹം സ്വന്തം വാഹനത്തിൽ മകനൊപ്പം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ കൊച്ചി കച്ചേരിപ്പടിയിലുള്ള ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം അഭിഭാഷകനുമായി സംസാരിച്ചു. ഇനി തുടർ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അവർ സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം. എപ്പോഴാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവുക എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം. മാത്രവുമല്ല, ഇതിൽ അന്വേഷണ സംഘത്തോട് ചോദ്യങ്ങളോട് ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കണം, ഏത് തരത്തിൽ ചോദ്യങ്ങളോട് മറുപടി നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറെ ദിവസങ്ങൾക്ക് ശേഷം നടൻ സിദ്ദീഖ്, ഈ പീഡനക്കേസിൽ പ്രതിയായ സിദ്ദീഖ് ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒളിവിൽ പോയത്. അതിനുശേഷം ഇപ്പോഴാണ് പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിർണായകമായ കാര്യങ്ങൾ, അതായത് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുമ്പ് ഹാജരാകണം, എവിടെയായിരിക്കും ഹാജരാവുക, എപ്പോഴാണ് ഹാജരാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പക്ഷേ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകിയില്ല. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കും, അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എവിടെയായിരിക്കും ഹാജരാവുക, ഏത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ കൊച്ചിയിലാണോ കോഴിക്കോടാണോ ഹാജരാവുക, കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ ഹാജരാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിലൊന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ നടൻ സിദ്ദീഖ് മകനൊപ്പം വാഹനത്തിൽ മടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ വീട്ടിലേക്കായിരിക്കും മടങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. ബിനിൽ, അർജുൻ, ഒളിവിലായിരുന്നു ഇത്രയും നാൾ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് ഉടനെ തന്നെ അദ്ദേഹം പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു, മുങ്ങുകയായിരുന്നു. പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം മകൻ ഷഹീനിൻ്റെ 2 കൂട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു എന്ന വാർത്തകളാണ് ഒടുവിൽ പുറത്തു വന്നത്. അതിന് പിന്നാലെ പിറ്റേ ദിവസം സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാർജി പരിഗണിക്കുകയും ജാമ്യം ലഭിക്കുകയും ചെയ്യുകയായിരുന്നു. SIT ഇക്കാര്യത്തിൽ സിദ്ദീഖിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചോട്ടെ എന്ന വിധത്തിലൊരു അലംഭാവം വരുത്തിയിട്ടുണ്ട് എന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതായി ആ ചോദ്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. പക്ഷെ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് വാഹനത്തിൽ കയറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അർജുൻ, ഇനി അറിയാനുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ ജാമ്യ ഉപാധികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിചാരണ കോടതിയല്ലേ തീരുമാനമെടുക്കുക? ബിനിൽ, അത് തന്നെയാണ്. അതായത് 2 ആഴ്ചയാണ് ഇനിയിപ്പോൾ കേസ് പരിഗണിക്കാൻ സമയമുള്ളത്. അതിനിടയിൽ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും എന്ന സൂചനയാണ് ഇന്നലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളി അടക്കം നൽകിയത്. ഏത് ദിവസമായിരിക്കും ഹാജരാവുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഉടൻ ഹാജരാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. ഇന്നോ നാളെയോ
ഹാജരാകും എന്ന തരത്തിലായിരുന്നു ഇന്നലെ പ്രതികരിച്ചത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഹാജരായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ നീക്കമുണ്ടാകും. അതേസമയം ബിനിൽ ചോദിച്ച കാര്യം, അതായത് അന്വേഷണ സംഘം ഇതിൽ ഒളിച്ചു കളിക്കുകയാണ് എന്ന വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. ഈ സിദ്ദിഖിനെതിരെ കേസെടുത്ത ശേഷവും ഒരു തവണ പോലും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചില്ല. മാത്രവുമല്ല, പൊതുവേദികളിൽ എല്ലായിടത്തും തന്നെ സിദ്ദിഖ് സജീവ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരെ പരാതി ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം കൊച്ചിയിൽ തന്നെ കൂടുതൽ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അന്വേഷണ സംഘം വിളിപ്പിക്കുകയോ അദ്ദേഹത്തിനടുത്ത് പോയി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു വിമർശനം അതിജീവിത അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ സെഷൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ജാമ്യം ലഭിക്കാനുള്ള ഒരു ശ്രമത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് അറസ്റ്റ് ഒരിക്കൽ പോലും ഒരു കോടതിയും തടഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി മാത്രമാണ് അന്വേഷണ സംഘം അദ്ദേഹത്തെ പിടികൂടാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് ശ്രമിച്ചത്. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം കൃത്യമായ ഒളിസങ്കേതത്തിലേക്ക് മാറിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം അന്വേഷണ സംഘം അദ്ദേഹവുമായി അടുപ്പമുള്ള വീടുകൾ, അദ്ദേഹത്തിന്റെ വീടുകൾ, അതോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകൾ എല്ലായിടത്തും തന്നെ വലിയ തോതിൽ വ്യാപകമായ പരിശോധനയും തിരച്ചിലും നടത്തിയിരുന്നു. പക്ഷേ ഒരിടത്തു പോലും സിദ്ദിഖിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കൊച്ചിയിൽ തന്നെ 2 വീടുകളുണ്ട്, പടമുകളും അതോടൊപ്പം തന്നെ ആലുവ കുട്ടമശ്ശേരിയിലും അദ്ദേഹത്തിന്റെ വീടുകളുണ്ട്. ഈ വീടുകളിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം ഇതിനു മുൻപ് തന്നെ മാറിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ വാഹനം GPS വിച്ഛേദിച്ചുകൊണ്ട് ഇത്തരത്തിൽ പൊന്നാനി ഭാഗത്തേക്ക് പോയി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകന്റെ സുഹൃത്തുക്കളെ അടക്കം അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഒരു സൂചന പോലും ലഭിച്ചില്ല. ഒടുവിൽ ഇന്നലെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുന്നു. 2 ആഴ്ചത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി ഉണ്ടാകുന്നു. മാത്രവുമല്ല, ഈ 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിന് സിദ്ദിഖിന് അനുകൂലമായ ചില പരാമർശങ്ങളും സുപ്രീം കോടതി നടത്തുകയും ചെയ്തു. എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കും എന്ന ഉറപ്പിന്മേൽ കൂടിയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന്